ഹലോ ഫ്രണ്ട്സ്, റിയൽ എസ്റ്റേറ്റ് കൊച്ചിൻ SRB എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ കണ്ണൻകുളങ്ങരയിൽ 4.25 സെൻറ്റ് സ്ഥലത്ത് 1950 സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു അടിപൊളി വീടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത്. എറണാകുളം തൃപ്പൂണിത്തുറ കണ്ണൻകുളങ്ങരയിൽ തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡിൽ നിന്നും ഏതാണ്ട് 2 കിലോമീറ്റർ മാറി ആണ് ഈ വീട് പണിതിട്ടുള്ളത്. 4.25 സെൻറ്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. 1950 സ്ക്വയർ ഫീറ്റാണ് ഈ വീടുള്ളത്. വളരെ നല്ലൊരു എലിവേഷനിലാണ് ഈ വീട് പണി തീർത്തിട്ടുള്ളത്. 3 കാറ് പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഫ്രണ്ടേജ് ഇട്ടുകൊണ്ടാണ് ഈ വീട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇനിയിപ്പോൾ ഗ്രാസ് ചെയ്യാനുണ്ട്, ലാൻഡ്സ്കേപ്പ് ഗ്രാസ് ചെയ്യാനുണ്ട്, മറ്റുള്ള വർക്കുകളെല്ലാം പുറത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ടേജിലുള്ള സ്ഥലം. വീട് നല്ല രീതിയിൽ എലിവേഷനിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. കിഴക്കോട്ടാണ് ഈ വീടിൻ്റെ ഡോറ് വെച്ചിരിക്കുന്നത്. കിഴക്കോട്ടാണ്. ഇതിൽ സ്റ്റെപ്പ് വടക്കോട്ടാണ്. വടക്ക് സൈഡിലും കിഴക്ക് സൈഡിലായിട്ട് ആണ് ഇതിൻ്റെ റോഡ് വന്നിരിക്കുന്നത്. ഡോറ് കിഴക്കോട്ടും ഇറക്കം വടക്കോട്ടുമായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ വെള്ളം വരുന്ന കിണർ വെള്ളമുണ്ട്, വാട്ടർ കണക്ഷനും ഉണ്ട്. ഇത് സിറ്റ് ഔട്ടാണ്. ഈ സിറ്റ് ഔട്ടിൻ്റെ സൈസ് വന്നിരിക്കുന്നത് 10.5 ഈ സിറ്റ് ഔട്ടിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഈ വീടിൻ്റെ ഡോറാണ്. 2 പാളിയുടെ ഡോറാണ്. ഇതിൻ്റെ വുഡ് കംപ്ലീറ്റ് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉരുപ്പടികളെല്ലാം ഡോറും കംപ്ലീറ്റ് ജനലും ഡോർ കംപ്ലീറ്റ് വർക്കും തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഡ്രോയിങ് ഹാളാണ്. ഈ ഡ്രോയിങ് ഹാളിൻ്റെ സൈസ് വന്നിരിക്കുന്നത് 14.10 ഈ ഡ്രോയിങ് ഹാളിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് പ്രൊഫൈൽ ലൈറ്റെല്ലാം കൊടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിലൊരു ഡ്രോയിങ് ഹാളാണിത്. ഒരു ഭിത്തിയിൽ ഡസ്റ്റർ വർക്ക് ചെയ്തിട്ട് നല്ലൊരു TV യൂണിറ്റും അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. 14.10 ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. നല്ലൊരു TV യൂണിറ്റും ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ഡ്രോയിങ് ഹാളാണ് ഈ വീടിന് ഉള്ളത്. ഡ്രോയിങ് ഹാളിൽ നിന്ന് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് കയറുന്നതിനൊരു കബോർഡ് വർക്കും ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഹാൾ വന്നിരിക്കുന്നത്. ഈ ഡൈനിങ് ഹാളിൻ്റെ സൈസ് വന്നിരിക്കുന്നത് 16x14 ഈ ഡൈനിങ് ഹാളിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. വളരെ നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് അതിമനോഹരമായി പ്രൊഫൈൽ വർക്കെല്ലാം ചെയ്തുകൊണ്ടുള്ള വളരെ ഭംഗിയുള്ളൊരു ഡൈനിങ് ഹാളാണ് ഈ വീടിനുള്ളത്. ഒരു ഭിത്തിയെ ടയലെല്ലാം ഒട്ടിച്ച് ലൈറ്റെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഈ ഡൈനിങ് ഹാൾ ഉള്ളത്. 16x14 ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. വളരെ ഒതുക്കി നല്ലൊരു വാഷ് ബേസിനും ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിന് അടിയിലായിട്ട് ഈ ഡൈനിങ് ഹാളിൻ്റെ സ്പേസ് ഒട്ടും പോകാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ ഒരു 3D മിററെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു വാഷ് ബേസിനും ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചണാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. വൈറ്റ് ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. വളരെ കോസ്റ്റ്ലി ഉള്ള സിങ്കെല്ലാമാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഏതാണ്ട് 10-35 രൂപ റേറ്റുള്ള സിങ്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ കബോർഡ് മൾട്ടിവുഡാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ മൈക്കാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഈ കിച്ചണിലും സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിച്ചൺ വന്നിരിക്കുന്നത്. ഇതൊരു വർക്ക് ഏരിയയാണ്. വർക്ക് ഏരിയയിൽ അത്യാവശ്യം കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോർ ഒരു ബെഡ്റൂമാണുള്ളത്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ സീലിംഗ് വർക്ക് നല്ല സ്റ്റൈലിനായിട്ട് ഒരു ഭിത്തിയിൽ ഡാർക്ക് ഷെയ്ഡ് പെയിൻ്റ് അടിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ളൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത് 14x10 ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. ഇതിൽ വാൾഡ്രോപ്പ് ചെയ്തിട്ടില്ല. വാൾഡ്രോപ്പ് നമ്മൾ വാങ്ങിക്കുന്ന ആളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വാൾഡ്രോപ്പ് ഈ വീടിന് ചെയ്തു തരുന്നതായിരിക്കും. ഫിറ്റിങ്സ് എല്ലാം സെറയുടെയാണ്. ബാത്റൂം ഫിറ്റിങ്സ് കംപ്ലീറ്റ് സെറയുടെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഒരു ബെഡ്റൂമാണുള്ളത്. ഇത് ഈ വീടിൻ്റെ സ്റ്റെയറാണ്. സ്റ്റെയറിൽ ടാറ്റയുടെ പൈപ്പ് ഇട്ടിട്ട് വുഡിൻ്റെ
ഹെഡാണ് കൊടുത്തിരിക്കുന്നത്, തേക്കാണ് അതിലും ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റെപ്പിന് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റാണ് സ്റ്റെപ്പിന് കൊടുത്തിരിക്കുന്നത്. ഫുഡ് ലൈറ്റെല്ലാം കൊടുത്തുകൊണ്ട് വളരെ ഭംഗിയുള്ളൊരു സ്റ്റെയറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊരു ലിവിങ് ഹാളാണ്. ഈ ലിവിങ് ഹാൾ വളരെ വലിയൊരു ലിവിങ് ഹാളാണ്. ലിവിങ് ഹാളിലും ഒരു ടി വി യൂണിറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിലൊരു സീലിംഗ് വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അതിൽ LED സ്ട്രിപ്പെല്ലാം ഓടിച്ചുകൊണ്ടുള്ള വളരെ വലിയൊരു ലിവിങ് ആണ്. 21x10 ഈ ലിവിങ്ങിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. 21x10 ഈ ലിവിങ്ങിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അപ്സ്റ്റെയർ 2 ബെഡ്റൂമാണുള്ളത്. ഇതൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത് 14x12 ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. സീലിംഗ് വർക്കെല്ലാം വളരെ നല്ല രീതിയിൽ ചെയ്തിട്ട് പ്രൊഫൈൽ ലൈറ്റെല്ലാം കൊടുത്തുകൊണ്ടുള്ള ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു സീലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. സെറയുടെ ഫിറ്റിങ്സാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഈ 4.25 സെൻറ്റ് സ്ഥലത്തിനും 1950 സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉദ്ദേശിക്കുന്ന വില 1,20,00,000 രൂപയാണ്. വില ഭാഗം നെഗോഷ്യബിളാണ്. ഇത് അപ്സ്റ്റെയറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഈ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂം. വളരെ നല്ല രീതിയിൽ സീലിംഗ് വർക്കെല്ലാം ഇതിലും ചെയ്തിട്ടുണ്ട്. ഇതിൽ വാൾഡ്രോപ്പ് നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള രീതിയിൽ ചെയ്തു തരുന്നതായിരിക്കും. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഈ 4.25 സെൻറ്റ് സ്ഥലത്തിനും 1950 സ്ക്വയർ ഫീറ്റിനും കൂടി ഉദ്ദേശിക്കുന്ന വില 1,20,00,000 രൂപയാണ്. വില ഭാഗം നെഗോഷ്യബിളാണ്. ഇതിൻ്റെ ദർശനം വന്നിരിക്കുന്നത് കിഴക്കോട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു ബാൽക്കണിയാണ്. ബാൽക്കണിയുടെ പാരപ്പറ്റെല്ലാം കൊടുത്തിരിക്കുന്നത് ടഫൻ ഗ്ലാസ്സിലാണ്. വളരെ നല്ലൊരു ലൊക്കേഷനിലാണ് ഈ വീട് പണിതിട്ടുള്ളത്. ഇനി ഈ വീടിനൊരു ഓപ്പൺ സ്പേസ് കൂടി ഈ വീടിനുണ്ട്. വളരെ നല്ല രീതിയിൽ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള രീതിയിൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ടോപ്പിലേക്ക് കയറുന്ന രീതിയിൽ എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല കോസ്റ്റ്ലി ഫിറ്റിങ്സാണ് ഈ വീടിന് ചെയ്തിരിക്കുന്നത്. മുകളിൽ ഡ്രസ്സ് വർക്കെല്ലാം ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി വീടാണ്.